പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. വി.ഡി. സതീശൻ നയിക്കുന്ന യു.ഡി.എഫിന്റെ പുതുയുഗയാത്രയ്ക്ക് പറവൂരിൽ സ്വീകരണം നൽകി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന യു.ഡി.എഫിന്റെ പുതുയുഗയാത്രയ്ക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലമായ പറവൂരിൽ വൻ വരവേൽപ്പ് നൽകി. നിശ്ചിത സമയത്തിന് 2 മണിക്കൂർ താമസിച്ചാണ് മറ്റിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പറവൂരിൽ എത്തിയത്. ചേന്ദമംഗലം കവലയിൽ നിന്ന് യാത്രയെ സ്വീകരിച്ച് വാദ്യമേളങ്ങളുടെയും പരമ്പരാഗത കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചത്. അനിൽ ചിത്രു രചിച്ച നടൻ വിനോദ് കേടാമംഗലം സംഗീതം നൽകി ഗായകൻ ഒ.യു. ബഷീർ ആലപിച്ച സ്വാഗതഗാനവും ഒരുക്കിയിരുന്നു. വലിയ പൂമാലയിട്ടാണ് യു.ഡി.എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിപക്ഷ നേതാവിനെ സ്വീകരിച്ചത്. ഒരു നാടിന്റെ ഘടന എന്ന് പറയുന്നത് അതിന്റെ നട്ടെല്ല് നാടിന്റെ സമ്പദ്ഘടനയാണ്. ആ നട്ടെല്ല് ഇവർ തകർത്തി കളയും. അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. അപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് നമ്മളെ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് പോകുന്നത്. ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രശ്നം എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രതിഫലിക്കുകയാണ്. ഒരു ജപ്തി നോട്ടീസ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ജപ്തി നോട്ടീസുകൾ കേരളം മുഴുവൻ പ്രവഹിക്കുകയാണ്. കടക്കെണിയിലാണ് ആളുകളെല്ലാം. എല്ലാ സ്ഥാപനങ്ങളും തകരുകയാണ്. സെൻട്രൽ ഓഡിറ്റോറിയത്തിന് മുന്നിൽ ഒരുക്കിയ വേദിയിൽ നടന്ന സമ്മേളനത്തിൽ യു.ഡി.എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി.എസ്. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. എം.പിമാരായ ബെന്നി ബെഹനാൻ, എൻ.കെ. പ്രേമചന്ദ്രൻ, ഹൈബി ഈഡൻ, ഫ്രാൻസിസ് ജോർജ്, ജെബി മെത്തർ, എം.എൽ.എമാരായ അൻവർ സാദത്ത്, റോജി എം. ജോൺ, എൽദോസ് കുന്നപ്പള്ളി, മുൻ എം.പി. കെ.പി. ധനപാലൻ, സി.പി. ജോൺ, ഷാനിമോൾ ഇസ്മാൻ, ജോസഫ് വാഴക്കൽ, മുഹമ്മദ് ഷാ, ബി.ആർ.എം. ഷഫീർ, അബിൻ വർക്കി, രാജൻ ബാബു, എം.ടി. ജയൻ, എം.ജെ. രാജു, കൊച്ചുത്രേസ്യ ജോയ്, പി.ആർ. സൈജൻ, കെ.എ. അഗസ്റ്റിൻ, രമേശ് ടി. കുറുപ്പ്, എം.എസ്. രജി, ഫ്രാൻസിസ് വലിയപറമ്പിൽ, ഷാരോൺ പനിക്കൽ, ഡെന്നി തോമസ്, സുഗതൻ മാലിങ്കര, കെ.എ. അബ്ദുൽ കരീം, കെ.കെ. അബ്ദുള്ള, റോഷൻ ചാക്കപ്പൻ, പി.എസ്. ഉദയഭാനു, റെന്നി വർഗീസ്, കെ.കെ. ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് ഡെവലപ്മെന്റ് എന്താണ് എന്ന് വികസനത്തിന്റെ കൃത്യമായ വീക്ഷണം കാഴ്ചപ്പാട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒന്നായി അദ്ദേഹം മാറി എന്നുള്ളത് മാത്രമല്ല, ഒരു മതേതര കേരളം എന്തുകൊണ്ട് നിലനിൽക്കണം, ലോകത്തെ മുഴുവൻ മലയാളികളും ആഗ്രഹിക്കുന്ന, ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കേരള സ്റ്റോറിയാണെങ്കിലും ഇന്ന് ഈ രാജ്യത്തിന് എന്നും മാതൃകയായിട്ടുള്ള കേരളത്തിന്റെ മതേതര ജനാധിപത്യ മുഖം ഉയർത്തിപ്പിടിക്കാൻ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ഒരിക്കൽ കൂടി വി.ഡി. സതീശൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോ നടന്മാരായ സലീം കുമാർ, ധർമ്മജൻ ബോൾഗാട്ടി, വിനോദ് ഖേടാമംഗലം എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.